ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം, എൻ്റെ അഭിപ്രായമായിട്ട് പറയാം. നിങ്ങളുടെ ആത്മീയത വേറെ ആരെയും ഏൽപ്പിക്കരുത്. എന്ന് പറഞ്ഞാൽ പാസ്റ്ററെ പ്രാർത്ഥിച്ചോണം, പ്രവാചകൻ പ്രവചിച്ചെങ്കിൽ നൗ യു ഹാവ് ടു ടേക്ക് ആക്ഷൻ അപ്പോൺ ദാറ്റ് പ്രോഫസി. അതിൻ്റെ മേൽ നിങ്ങൾ തീരുമാനം എടുക്കണം. പാസ്റ്റർ പ്രാർത്ഥിച്ചോളം എന്നല്ല, പാസ്റ്റർ പ്രാർത്ഥിച്ച് അഭിഷേകത്തിൽ കൂടും, നമ്മുടെ കാര്യം എന്താവും? അതുകൊണ്ടാണ് അവൻ്റെ നിറവിൽ നിന്നും, യേശുവിൻ്റെ നിറവിൽ നിന്നും, അഭിഷക്തൻ ഒന്നേ ഉള്ളൂ, യേശുവാണ്. തലേ കൈവച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന കാര്യമായിരുന്നു, എന്ത് ഈസിയായിരുന്നു? അല്ല. ജീവിതത്തിലെ വിശുദ്ധി, ലോകത്തോടുള്ള വേർപാട്, ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങളാണ്. കാര്യം എന്താ? നമ്മളിൽ വസിക്കുന്ന ദൈവമാണ്. ആൻഡ് ഗോഡ് ഇസ് ടോട്ടൽ ഓണർഷിപ്പ് ഓഫ് ഗോഡ്, ഓണർഷിപ്പാണ്. ആൻഡ് ആ കോൺഫിഡൻസ് വിൽ ഡിഫ്ലക്റ്റ് എനിത്തിങ് ഫ്രം യു. നിങ്ങളിൽ ഇരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാളും വലുതാന്ന് വചനം കാണാപ്പാഠം പഠിച്ചതായാലും റിയലൈസേഷൻ ഓഫ് എ 1-to-1 എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടിക്കലി അത് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. ഇത് ഫ്ലൂഡ് സീസൺ, അപ്പം ജലദോഷം വരും. നിങ്ങൾ വിളിച്ചു വരുത്തുക. അതേസമയത്ത് എന്നിൽ ഇരിക്കുന്നവൻ വലുതാണെന്നും എൻ്റെ അടുത്ത് വൈറസ് വന്നാൽ വൈറസോടെ പോകുന്ന ഏറ്റവും അത് നമ്മൾ മറന്നു പോകും, ഞാൻ ഉൾപ്പെടെ മറന്നു പോകും. പക്ഷേ അത് അപ്ലൈ ചെയ്യാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഹെൽപ്പ്